സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക് എന്താണ് അബ്ദുറഹ്മാൻ സലഫിന്റെ വെല്ലുവിളി അറിയോ? സുബ്ഹാനല്ലാഹ്. ഞാൻ കുറ്റിയാടിന്ന് വായിച്ച് മൂപ്പര് എന്റെ മുമ്പിൽ ഇവിടുന്ന് കുടുങ്ങി. അതെല്ലാവർക്കും അറിയാം. അഹ്സാബുൽ ലദാത്തിന്റെ സർവ്വ ലദ്ദത്തും അതിന്റെ മുഴുവൻ കിസ്മുകളും. അഹ്സാബുൽ ലദാത്തിന്റെ അർത്ഥം രസത്തിന്റെ വകുപ്പുകൾ. അപ്പൊ അതിന്റെ എല്ലാ രസവും മൂപ്പര് അനുഭവിച്ചു. അങ്ങനെ സുബ്ഹാനല്ലാഹ് പറഞ്ഞു. അഹ്സാബുൽ ലദാത്ത് എന്നൊരു ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറഞ്ഞൊരു ഉദ്ധരണി ഉദ്ധരിച്ച് ഞാൻ അഹ്സാബുൽ ലദാത്ത് എന്ന ഗ്രന്ഥം കൊണ്ടുവന്ന് വായിക്കാൻ പറഞ്ഞു. അവസാനം അഹ്സാബുല്ല ലദാത്തുമില്ല മൗലവിയുമില്ല. അങ്ങനെയൊക്കെ ആയി. അവർക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. എന്നാൽ അഹ്സാബുൽ ലദാത്തിൽ നിന്ന് ഇമാം റാസിയുടെ ഉദ്ധരണി എന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്ത് പലതും വായിച്ചു. എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി എല്ലാ വിശദീകരിച്ച് വന്ന് പറഞ്ഞതാ. എന്നിട്ട് അയാൾ ഇങ്ങനെ പിന്നെയും പല സ്ഥലത്തും പോയിട്ട് പാലക്കാട്ട് വെച്ച് പേരോട് കുടുങ്ങി, പാലക്കാട്ട് വെച്ച് പേരോട് കുടുങ്ങി എന്ന് പറഞ്ഞ് നടന്ന്. അപ്പൊ എന്തുണ്ടായിരുന്നോ, ഇപ്പോ ഇയാള് ഒരു യോഗത്തിൽ ഇയാള് പറഞ്ഞേ, നമ്മള് സുന്നികളൊക്കെ കാഫിര്യങ്ങളാണ്, ആ കാഫിര്യങ്ങളായ സുന്നികൾ അർത്ഥം തിന്നാൻ പറ്റൂല. പിന്നെ ഈ ഔലിയാക്കളെ വിളിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ അവര് മരിച്ചാല് അവരുടെ ആ സ്വത്തവകാശം എടുക്കാൻ പറ്റൂല. നമ്മളെ മൈതാനിൽ അവരെയും മറവിയിലൂടാ, നമ്മളെ മൈതാനിൽ അവരെ മൈതാനിൽ നമ്മളെയും മറമാടിക്കൂടാ. ഇതൊക്കെ മുജാഹിദിന്റെ സലഫിന്റെ ശരിയായ ആശയം. അതൊക്കെ ഇപ്പൊ ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചത് സംവാദത്തിൽ ഒളിച്ചോടിയ കഥ. ഈ കഥ മുജാഹിദിന്റെ നേതാക്കന്മാർ പറയാ കഥ. ഈ കഥയിൽ നിങ്ങൾക്ക് കാണാം, നമ്മളെ പോലത്തെ ഈ സുന്നികളുണ്ടല്ലോ, ഔലിയാക്കളെ അമ്പിയാക്കളൊക്കെ വിളിക്കുന്ന സുന്നികൾ, അവരെ പറ്റി എന്താണ് സലഫികളുടെ അഭിപ്രായം, അത് ഇതിൽ പറയുന്നുണ്ട്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ഇസ്തിഗാസ നടത്തുകയും അല്ലാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ മധ്യസ്ഥരെ നിശ്ചയിക്കുകയും ചെയ്യുന്നതെല്ലാം അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളായി എണ്ണുന്നു. അവ ചെയ്യുന്നവർ കാഫിറുകളാണ്. അതിനാൽ അവരോട് അമുസ്ലിങ്ങളോടെന്ന വണ്ണം പെരുമാറേണ്ടതാണ്. അവരുമായി വിവാഹബന്ധങ്ങൾ നടത്തുന്നതും അവർക്ക് അനന്തരാവകാശം നൽകുന്നതും അവരുടേത് സ്വീകരിക്കുന്നതുമെല്ലാം നിഷിദ്ധങ്ങളാണ്. അവരുടെ പിന്നിൽ നമസ്കരിക്കാവതല്ല, അവർക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കാവതുമല്ല. നമ്മുടെ ശ്മശാനങ്ങളിൽ അവരെയും അവരുടെ ശ്മശാനങ്ങളിൽ നമ്മിൽപ്പെട്ടവരെയും മറവ് ചെയ്യാവതല്ല. ഇങ്ങനെയാണ് സലഫികളുടെ ആശയം എന്ന് നമ്മുടെ ഹാജി ഗ്രൂപ്പിന്റെ ആളുകൾ മറുപടി പ്രബന്ധത്തിൽ പറഞ്ഞു. വീണ്ടും തുടരുന്നു. ഗൾഫിലെ സലഫികളും നാമും തമ്മിൽ വിശ്വാസ രംഗത്തു തന്നെയുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന് മാത്രമാണ് നാം ഇവിടെ അനാവരണം ചെയ്തത്. അള്ളാഹുവേതരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ കാഫിറുകളാണെന്ന് ഗൾഫിലെ സലഫികൾ പറയുന്നു. കേരളത്തിലെ മുജാഹിദുകൾ അവർ മുസ്ലിങ്ങളാണെന്ന് പറയുന്നു. പിന്നെ അത് അറിയിക്കുന്നത് അവരുമായി സൗഹൃദ വേദികൾ പങ്കിടുകയും അവരെ ഇമാമാക്കി നിസ്കരിക്കുകയും ചെയ്യുന്നു. എന്നാ മുജാഹിദിന്റെ മറുപടിവനെ തനിശിർക്കനാണെങ്കിൽ തുടരാൻ പറ്റൂലാണ്. 1921 നവംബറിലുള്ളത്, അൽമനാറിലുള്ളത് 1980 ജനുവരിയിൽ ശിർക്ക് ചെയ്യുന്നവരെ തുറന്ന് നിസ്കരിച്ചുകൂടാന്ന ഇതൊക്കെ മൗലവിപ്പം കൂടിയൊക്കെ അതിരിക്കട്ടെ. എന്നിട്ട് അവസാനയിൽ പറയാം, ഇതിനെപ്പറ്റി മറുപടി പ്രബന്ധത്തിൽ പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ സലഫിന്റെ കക്ഷികള് അതിന് മറുപടി പറയാൻ കഴിയാതെ കുടുങ്ങി പോലും. അതിനെപ്പറ്റി പറയാം. മറുപടി പ്രബന്ധത്തിലെ വാചകങ്ങൾ ആദർശ വ്യതിയാന ആരോപകരെ തെല്ലൊന്നുമല്ല കുഴക്കിയത്. തറാവീഹിന്റെ റക്കയത്തുകളുടെ എണ്ണം, സ്ത്രീജുമോയ ജമാഅത്ത്, വെള്ളിയാഴ്ചയിലെ 2 ബാങ്ക് തുടങ്ങിയവ ആരോപകർ നിസ്സാര അഭിപ്രായ വ്യത്യാസങ്ങളായി തള്ളുകയും എന്നാൽ സമസ്തക്കാരെ പോലുള്ളവരോടുള്ള ഗൾഫ് സലഫികളുടെ സമീപനത്തിലുള്ള നമ്മുടെ വിയോജിപ്പിന്റെ മുമ്പിൽ ആരോപകർ പകച്ചു നിൽക്കുകയും ചെയ്യുന്നു. അത് നിസ്സാരമെന്ന് പറഞ്ഞ് തള്ളാൻ കഴിയുകയില്ലല്ലോ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആരോപകർ കണ്ടെത്തിയ മാർഗം ചുകുത്സാവഹമാണ്. അവർ 23/5/2001 മുജാഹിദ് സെന്ററിൽ അവതരിപ്പിച്ച പ്രബന്ധത്തിന്റെ അവസാന ഭാഗത്ത് ഗൾഫ് സലഫികൾക്ക് ഇല്ലാത്ത വാദമാണ് അവരെ സംബന്ധിച്ച് പ്രബന്ധത്തിൽ എഴുതിയതെന്ന് അവർ ആരോപിച്ച് കളഞ്ഞു. 26/5/2001 പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിൽ വെച്ചൊരു ചർച്ച നടന്നു. ഗൾഫ് സലഫികളുടെ ഖബറാരാധകരോടുള്ള സമീപനത്തെക്കുറിച്ച് അതിൽ അവതരിച്ച ആരോപകരുടെ പ്രബന്ധത്തിൽ പറഞ്ഞത് മുഴുവനും വ്യാജമാണെന്നും അതിനു മാത്രമായ ഒരു സംവാദം നടത്താൻ ഞാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് സംസാരിച്ച ജനാബ് അബ്ദുറഹ്മാൻ സലഫി സംവാദത്തിന് ഒരുക്കമാണെന്ന് അവിടെ അറിയിച്ചു. ചർച്ചയുടെ അവസാനത്തിൽ കേന്ദ്രം സംസ്ഥാന അധ്യക്ഷൻ ജനാബ് ടി.പി. അബ്ദുൽ മദനി സംവാദം നടത്താൻ അനുവദിക്കുകയും ചെയ്തു. ദിവസങ്ങൾ പലതും കടന്നുപോയി.
ജനാബ് അബ്ദുറഹ്മാൻ സലഫി ഇത് സംബന്ധിച്ച് സംവാദം നടത്താൻ മുന്നോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടാകാത്തതിനാൽ 1/7/2001 ജനാബ് അബ്ദുറഹ്മാൻ സലഫിക്ക് ഞാനൊരു കത്തയച്ചു. അതിന്റെ പൂർണ്ണരൂപം താഴെ ചേർക്കുന്നു. മുജാഹിദിന്റെ മൗലവി മറ്റേ മൗലവിക്ക് ഒരു കത്ത്. ബഹുമാന്യന സ്നേഹിതൻ അബ്ദുറഹ്മാൻ സലഫിക്ക് MI മുഹമ്മദ് സുല്ലമി സ്നേഹപൂർവം താങ്കൾക്ക് സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. KNM കോർഡിനേഷൻ വകുപ്പ് 23/5/2001 മുജാഹിദ് സെന്ററിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ താങ്കൾ അവതരിപ്പിച്ച പ്രബന്ധത്തിന്റെ 35-36 പേജുകളിൽ നമ്മുടെ നാട്ടിലെ ഖുറാഫികളോ അവർക്ക് സമാനമായവരോ വെച്ചു പുലർത്തുന്ന ആശയാദർശങ്ങൾ പിന്തുടരുന്നവർ കാഫിറുകളാണെന്ന് ഗൾഫ് സലഫികൾക്ക് വാദമില്ലെന്ന് പ്രസ്താവിച്ചു കാണുന്നു. ആഗ്രഹ സബലീകരണത്തിനും ദുരിത നിവാരണത്തിനും വേണ്ടി അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അവരെ ഇടയാളന്മാരാക്കുക, അവരുടെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് നേർച്ചകളും ബലികർമ്മങ്ങളും നടത്തുക തുടങ്ങിയ ശിർക്കുകൾ നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ ചെയ്യുന്നു. ഇവരെ കാഫിറുകളായി മുജാഹിദ് പ്രസ്ഥാനം കാണുന്നില്ല. അവരോടുള്ള വ്യവഹാരങ്ങളിൽ അമുസ്ലിങ്ങളോട് എന്ന പോലെ പെരുമാറുന്നുമില്ല. എന്നാൽ ഗൾഫ് സലഫികൾ ഉപരിസൂചിത ശിർക്കുകൾ ചെയ്ത കാഫിറുകളായി കാണുന്നു. അവരോടുള്ള ഇടപാടുകളിലും വ്യവഹാരങ്ങളിലും അവിശ്വാസികളുള്ള നിലപാട് തന്നെ സ്വീകരിക്കണമെന്നും പറയുന്നു. അവർക്ക് വേണ്ടി ജനാദ നമസ്കരിക്കുന്നതും അവരെ മുസ്ലിം ശ്മശാനങ്ങളിൽ മറവ് ചെയ്യുന്നതും അവരുടെ അനന്തരാവകാശം സ്വീകരിക്കുന്നതും അവരെ അറുത്തത് തിന്നുന്നതും അവരുമായി വിവാഹത്തിൽ നടത്തുന്നതുമെല്ലാം ഗൾഫ് സലഫികൾ നിഷിദ്ധമാണെന്ന് വിശ്വസിക്കുന്നു. ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ളവർ ഇതാണ് പ്രസ്താവിച്ചിട്ടുള്ളത്. ഇക്കാര്യം ഞങ്ങളുടെ 1-ാം പ്രബന്ധത്തിൽ ഞങ്ങൾ രേഖാമൂലം തെളിയിച്ചിരുന്നു. നിങ്ങളുടെ 2-ാം പ്രബന്ധത്തിൽ അതിനെയെല്ലാം കണ്ണിച്ചെന്ന് വരുത്തി പുകമറയിലൂടെ രക്ഷപ്പെടാൻ വിവരശ്രമം നടത്തിയിരിക്കുന്നു. 26/5/2001 മദീനത്തുൽ ഉലൂമിൽ വെച്ച് നടന്ന ചർച്ചയിൽ അക്കാര്യത്തിൽ ഒരു സംവാദം നടത്താനുള്ള എന്റെ സന്നദ്ധത ഞാൻ വെളിപ്പെടുത്തുകയും താങ്കളും തയ്യാറാണെന്ന് താങ്കൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തത് ഓർക്കുന്നുണ്ടാവുമല്ലോ. അതിനുള്ള അനുവാദം TP അബ്ദുൽ ഖോയ മദനി നൽകുകയും ചെയ്തു. ഉപരിസൂചിത വിഷയത്തിൽ സംവാദം നടത്താനുള്ള എന്റെ സന്നദ്ധത ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതിനാൽ അതിനെ സംബന്ധിച്ചൊരു സംവാദം ജമിയത്തുൽ ഉലമ മുമ്പാകെയോ അല്ലെങ്കിൽ നാം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന സ്ഥലത്ത് വെച്ചോ നടത്താൻ താങ്കൾ തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്കളുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. സത്യത്തിന്റെ വക്താക്കളാവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം MI മുഹമ്മദ് സുല്ലമി, ലെക്ചറർ, അൻവാറുൽ ഇസ്ലാം അറബി കോളേജ്, കുനിയിൽ. അബ്ദുറഹ്മാൻ സലഫിക്ക് മറ്റേ പോലും ഇത് കത്താക്കണം. ഈ കത്തിന്റെ മറുപടിക്കായി ഒരു മാസത്തിലേറെ കാത്തിരുന്നു. ഫലമുണ്ടായില്ല, ഉണ്ടാവുകയും ഇല്ല. മനസ്സിലാക്കില്ലേ? പ്രശ്നത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 4/8/2001 ഞാൻ അബ്ദുറഹ്മാൻ സലഫിക്ക് വീണ്ടും കത്തയച്ചു. അല്പം സുദീർഘമായ എഴുത്തിന്റെ അവസാന ഭാഗം ഇപ്രകാരമായിരുന്നു: 1 മാസക്കാലമായിട്ടും താങ്കളുടെ മറുപടി ലഭ്യമായിട്ടില്ല. അതിനാൽ വീണ്ടും എഴുതുന്നു. നമ്മുടെ സംഘടനയുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കാനും യാഥാർത്ഥ്യ ബോധത്തോടെ പണ്ഡിതർ കാര്യങ്ങൾ ഗ്രഹിക്കാനുമാണ് ഞാനിത് എഴുതുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആധികാരിക പണ്ഡിത സംഘടനയാണ് കേരള ജമിയത്തുൽ ഉലമ. അതിലുള്ള പണ്ഡിതന്മാർ സത്യത്തിന്റെ സാക്ഷികളും വക്താക്കളും ആകേണ്ടവരാണ്. അവരുടെ മുമ്പിൽ പോലും സത്യമല്ലാത്ത പ്രസ്താവനകളും വാദങ്ങളും അവതരിപ്പിക്കുന്ന അങ്ങേയറ്റ ഖേദകരമാണ്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചർച്ചയും അത്തരമൊരു പ്രവർത്തനം നടത്തുന്നത് കൂടുതൽ ഗുരുതരമാണ്. താങ്കൾ അവതരിപ്പിച്ച പ്രബന്ധത്തിന്റെ പക്ഷക്കാരായി സദസ്സിൽ ഉണ്ടായിരുന്നത് നമ്മുടെ സംഘടനയിലെ പ്രമുഖരായ പണ്ഡിതരും നേതാക്കളുമായിരുന്നു. നമ്മുടെ ചർച്ച നടന്നതാവട്ടെ ആധികാരിക പണ്ഡിത സംഘടന പ്രവർത്തക സമിതിയുടെ മുമ്പിലുമായിരുന്നു. ഇത്തരമൊരു പ്രബന്ധത്തിൽ ഒരു ഭീമാവസ്ഥ എഴുന്നള്ളിക്കുകയും അത് തിരുത്തപ്പെടാതെ പോവുകയും ചെയ്തുകൂടാത്തതാണ്. ഗൾഫിലെ സലഫി പണ്ഡിതരുടെ ഫത്വകളും ലേഖനങ്ങളും സമാഹരിക്കപ്പെട്ട കൃതികളിലെല്ലാം രേഖപ്പെടുത്ത കാര്യമാണ് താങ്കൾ അവതരിപ്പിച്ച പ്രബന്ധത്തിൽ നിഷേധിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ വാദത്തോട് യോജിക്കാത്തതിനാൽ നിങ്ങൾ സത്യം നിഷേധിച്ചു തള്ളി ഇപ്പോൾ സംവാദത്തിൽ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രബന്ധത്തിലും താങ്കൾ 26/5/2001 ചർച്ചയിലും പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യം അറിയിക്കുക. അതല്ലെങ്കിൽ ജമിയത്തുൽ ഉലമയിലെ പണ്ഡിതരുടെ സാന്നിധ്യത്തിലോ മറ്റോ സംവാദത്തിന് തയ്യാറാവുക. നാം തൗഹീദിന്റെ പ്രചാരകരും ജിഹാദിന്റെ പാതയിൽ ചരിക്കുന്നവരുമാണ്. അതിനാൽ നാം എപ്പോഴും സത്യത്തിന്റെ സാക്ഷികളാവണം. ആരെയെങ്കിലും വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ വേണ്ടി നാം തെറ്റായ കാര്യങ്ങൾ പറയുകയോ എഴുതുകയോ ചെയ്യാവതല്ല. സത്യം അംഗീകരിക്കുകയും തെറ്റ് തിരുത്തുകയും ചെയ്യുന്നതിൽ നമുക്ക് ഒരു അപമാനവും വരാനില്ല എന്ന കാര്യം പ്രത്യേകം ഉണർത്തുകയാണ്. തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം, സ്ത്രീ ജുമുഅ ജമാഅത്ത്, വെള്ളത്തിന് മന്ത്രിച്ചു മുതൽ വെള്ളിയാഴ്ചയിലെ 2-ാം ബാങ്ക്, പെരുന്നാളിന്റെ 2 ഖുതുബ പോലെയുള്ള വിഷയങ്ങളിൽ ഗൾഫിലെ സലഫികളും നമ്മളും തമ്മിലുള്ള നാമും തമ്മിൽ അഭിപ്രായാന്തരമുണ്ടെന്ന് താങ്കൾ അവതരിപ്പിച്ച 2-ാം പ്രബന്ധത്തിന്റെ 33-ാം പേജിൽ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. ആ വിഷയങ്ങളിലെല്ലാം അവരുടെ വാദം
നമ്മുടെ പ്രതിയോഗികളുടെ വാദങ്ങൾക്ക് സമാനമാണ്. അഥവാ സമസ്താനാദികളുമായി ഖണ്ഡന മണ്ഡലം നടത്തുന്നത് പോലെ നാം ഗൾഫ് സെൽഫികളോട് നടത്തേണ്ടതാണ് എന്ന് സാരം. ഗൾഫിലെ സെൽഫികളും നാമും തമ്മിൽ ആദർശ രംഗത്തുള്ള അന്തരങ്ങൾ ജനങ്ങൾ ഗ്രഹിക്കട്ടെ. ഇങ്ങനെ എഴുതിയിട്ട് അയാൾ പറയാണ്, താങ്കളുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് MI മുഹമ്മദ് അലി സുല്ലമി. ഈ കത്തിന് ശേഷം പിന്നെയും ഒരു മാസം പിന്നിട്ടു. ഖണ്ഡന മണ്ഡലത്തിന്റെയും സംവാദത്തിന്റെയും മഹാനായ തേരാളി ഫുലാൻ അറിയില്ലേ? ഈ കത്തിനു ശേഷം പിന്നെയും ഒരു മാസം പിന്നിട്ടു. ഖണ്ഡന മണ്ഡലത്തിന്റെയും സംവാദത്തിന്റെയും മഹാനായ തേരാളി ഒളിച്ചോട്ടം തുടർന്നു. അതിനാൽ 13/9/2001 അബ്ദുറഹ്മാൻ സലഫിയെ സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് അറബിയിൽ ഒരു എഴുത്തയച്ചു. കാരണം മുജാഹിദീകൾ മലയാളത്തിൽ പറഞ്ഞ് തിരിയാണ്ടാകും, പിന്നെ അറബിയിലായിരുന്നു. 2 കത്ത് അറബിയിൽ എഴുതിയിട്ട് അബ്ദുറഹ്മാൻ സലഫിന്റെ മറുപടി കിട്ടാണ്ടായപ്പോ 2 മാസം കഴിഞ്ഞപ്പോ പിന്നെ അറബിയിൽ ഒരു കത്ത് എഴുതി. അറബി ഭാഷന്റെ വർക്കത്തുണ്ടെങ്കിലും ഇയാൾ നന്നായിട്ട് വിചാരിച്ചിട്ടായി. എന്നിട്ട് പറയാ, ഒരു എഴുത്തയച്ചു. രജിസ്റ്ററായി അയച്ച കത്ത് കൈപ്പറ്റിയ അബ്ദുറഹ്മാൻ സലഫി ഗൾഫ് മാസങ്ങൾ പലതും കടന്നുപോയിട്ടും സംവാദത്തിന് തയ്യാറായിട്ടില്ല. സലഫി പണ്ഡിതന്റെ പേര് പറഞ്ഞ് മുജാഹിദ് പ്രവർത്തകരുടെ ആദർശത്തെ ചോദ്യം ചെയ്യുന്നവരുടെ തനിനിറം അനാവരണം ചെയ്യാൻ ഇതിലേറെ മറ്റെന്തു തെളിവ് വേണം? ആരോപകരുടെ കാര്യം കഷ്ടം തന്നെ. ഇങ്ങനെയാ ഇപ്പൊ മുജാഹിദിന്റെ മറ്റേ നേതാവ് പറയും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇപ്പൊ 2 കക്ഷികളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഇതാണോ ഇസ്ലാം ദീൻ?